ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ട് നല്ല കിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കിഴങ്ങും 2-3 സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 4 മണിക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോ പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമുക്ക് 4 മണിക്കൊക്കെ നല്ല പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മീഡിയം സൈസിൽ 2 കിഴങ്ങ് പിന്നെ മഞ്ഞളും ഉപ്പും ഇട്ട് നല്ലോണം വേവിച്ച് വെച്ചേക്കുവാണ് ഞാനിത്. ഇതൊക്കെ വേവിക്കാൻ അറിയാമല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ വീഡിയോ കാണിക്കേണ്ടതും കൊണ്ടാണ്. അപ്പോൾ ഞാനിതുപോലെ മീഡിയം സൈസ് 2 കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ അരിഞ്ഞ് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചിടിച്ചു. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. നല്ലോണം നമുക്കൊന്ന് ഉടച്ച് നല്ലോണം ഇത് വെന്തതാണിത്. ഞാനിത് പുഴുങ്ങിയല്ല എടുത്തേക്കുന്നത്, പുഴുങ്ങിയെടുത്താലും മതി. പുഴുങ്ങല്ല, നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തത് കൊണ്ട് ഞാൻ വേവിച്ചെടുത്തേക്കുവാണ്. അപ്പോൾ നല്ലോണം ഇത് ഉടഞ്ഞു കിട്ടും. നമ്മൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് ക്രഷ് ചെയ്തതാണ്. ഞാൻ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ഇടുന്നത്. 1 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇടുന്നത്. എരിവിൻ്റെ അനുസരിച്ച് ഇടും. 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. 1/4 ടീസ്പൂൺ. കുറച്ച് മല്ലിയിലയും കരിയാപ്പിലയും കൂടെ ഞാൻ കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇടുന്നത്. 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇടുന്നുണ്ട്. ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മൾ സ്വല്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ഒന്നിടാം. അത് നമുക്കൊന്ന് കുഴച്ചെടുക്കണേ. ഉപ്പിട്ട് വേവിച്ച കിഴങ്ങാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് ഇതിലേക്ക്. നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ ഇച്ചിരി ഒട്ടുവന്നൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിനി ഇതിനകത്തുനിന്ന് കുറച്ച് ഓരോ ഉരുളകളാക്കി, കുറേശ്ശെ വലിയ ഉരുളകളാക്കി നമുക്കിങ്ങനെ എടുക്കാവേ. എന്നാണ്ട് ഇതുപോലെ നമുക്കിനി ഇത് നീളത്തിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ചപ്പാത്തിക്ക് വഴിക്കുമ്പോൾ നീളത്തിൽ പരത്തത്തിൽ എന്ന് പറഞ്ഞ പോലെ നമുക്കിതൊന്ന് ഇതുപോലെ ആക്കാവേ. ഇതുപോലെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ആക്കാം. ആക്കിയിട്ട് ഇതും കൊണ്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് കണ്ടോ, ഇതുപോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്. ഇതുപോലെ നമുക്ക് എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യാവേ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇതായിട്ട് എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് പോവുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ ഒന്ന് ഡിസൈൻ കൊടുക്കണം. ഇതുപോലെ ഡിസൈൻ കൊടുത്താൽ മതി. 2 വശവും നമുക്കിങ്ങനെ ഒന്ന് ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ കുറച്ച് പകുതിയായിട്ട് കണ്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഷേപ്പാക്കാവേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ ഷേപ്പ് അങ്ങ് കാണി. ഇതിനൊരു ഡിസൈൻ വരുത്താൻ വേണ്ടി ഇതും കൊണ്ടൊന്ന് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം നമുക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് ആക്കി വെക്കാവേ. അതുപോലെ ഇപ്പം ഞാനിത് എല്ലാം നമ്മൾ ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടി ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ആവശ്യത്തിന് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും വേണ്ട, കുറച്ച് ഞാൻ എടുത്തേ ഉള്ളൂ. ഇനി നമുക്കൊരു മുട്ട ഇതിലേക്ക് ഇടാവേ. മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അത് നല്ലോണം നമുക്കൊന്ന് അടിച്ചൊന്ന് പതിപ്പിച്ചെടുക്കാവേ. മുട്ടയുടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ആദ്യമേ ഞാനിത് ഇടുവാണ്. ഇതൊന്നിട്ട് മുട്ടയ്ക്കകത്തൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഇതിലേക്ക് ഒന്ന് ഇടാവേ. ബ്രെഡിലേക്ക് ഒന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാവേ. അപ്പോഴാണ് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ പ്ലേറ്റിലേക്ക് വെക്കാം. അതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് മറിച്ചും തിരിച്ചു വിട്ട് ബ്രെഡിലേക്കിട്ട്
കോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും. നല്ല ടേസ്റ്റായിട്ടാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ വെറൈറ്റികളായ റെസിപ്പികളൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവേ. എല്ലാം എന്ത് ചെയ്യുന്നത് ബ്രെഡിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് നീ ഓരോന്നോരോന്ന് ഇട്ടാവേ. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം ഇട്ടിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കിഴങ്ങൊക്കെ വെന്തതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാവേ. നിരന്ന പാനായതുകൊണ്ട് നമുക്ക് കുറച്ച് ഒന്നിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാം. ഇത്ര ഇട്ടിട്ടുള്ള ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് മറിച്ചും തിരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടാണ് നമുക്ക് എടുക്കാവേ. ഉണ്ടോ? തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. തീരെ കുറയ്ക്കല്ലേ. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് എടുക്കാം. നമുക്ക് അടുത്തതും അതുപോലെ ഇടാവേ. ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മുരുമുരാന്നിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കിഴങ്ങ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുരുമുരാന്നിരിപ്പം കേട്ടോ. നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് ചുമ്മാ കഴിച്ചാലും മതി കേട്ടോ. ഇനി നമുക്കിത് ഇതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടോ? നല്ല മുരുമുരാന്നായിരിക്കുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.